ഇത് 2018. ഇപ്പോൾ ഫോണുകളിൽ ഒന്നല്ല, രണ്ടല്ല, 3 ക്യാമറകൾ വരെ ഉണ്ടാവാം. പക്ഷെ എന്തിനാണ് ഒരു ഫോണിന് 3 ക്യാമറകൾ? അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഹേ ഗായ്സ്, ടോക്ക് ടെക് മലയാളത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനാണ് ഒരു ഫോണിന് 3 ക്യാമറ എന്ന ടോപ്പിക്കാണ്. നിങ്ങളിപ്പോൾ ഒരു ടെക് ഗീക്ക് ആണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, ഹുവാവേൻ്റെ P20 Pro ആയിരുന്നു 3 ക്യാമറകളുമായി മാർക്കറ്റിൽ ഇറങ്ങുന്ന ആദ്യത്തെ ഫോൺ. അപ്പോൾ അതൊരു വലിയ ഹിറ്റായിരുന്നു. DxO മാർക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ സ്കോർ ഇപ്പോഴും ഹുവാവേ P20 Proവിന് തന്നെയാണ്. പിന്നെ 3 ക്യാമറകളുമായി ഇറങ്ങിയത് സാംസങ് ആണ്. അവരുടെ ബജറ്റ് ഫോണായ A7 എന്ന ഫോണിൽ ആണ് അവർ 3 ക്യാമറകൾ ഇറക്കിയത്. അതും ഇപ്പോൾ സെയിലുണ്ട്, ഒരു വലിയ ഹിറ്റ് തന്നെയാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഏകദേശം ഒരാഴ്ച മുമ്പാണ് LG അവരുടെ V40 ഇറക്കിയത്. അതും 3 ക്യാമറകളുമായാണ് വന്നത്. അങ്ങനെ എല്ലാ കമ്പനികളും അവരുടെ ഫോണിൽ 3 ക്യാമറകൾ എന്തിനാണ് ഉൾപ്പെടുത്തുന്നത്? അതിനു മുമ്പ് നിങ്ങൾ അറിയേണ്ടത് എന്തിനാണ് ഒരു ഫോണിന് 2 ക്യാമറയുടെ ആവശ്യമെന്നാണ്. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫോണുകളിലും 2 ക്യാമറകൾ ഒരു അത്യാവശ്യം തന്നെയാണ്. അതിൽ ഒന്ന്, അതായത് പ്രൈമറി ക്യാമറ, നമ്മൾ സാധാരണ ഫോണുകളിൽ കണ്ടുവിടുന്നതാണ്. അതിൽ നെക്സ്റ്റ് ക്യാമറ, സെക്കൻഡറി ക്യാമറ, ഒരു പക്ഷേ ടെലിഫോട്ടോ ലെൻസ് ആവാം, അഥവാ വൈഡ് ആംഗിൾ ലെൻസ് ആവാം. ടെലിഫോട്ടോ ലെൻസാണ് നമ്മളിപ്പോൾ എടുക്കുന്ന പോർട്രേറ്റ് ഷോട്ട്സ്, അതായത് നിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്ന ഫോട്ടോ എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നത്. മറ്റേത് വൈഡ് ആംഗിൾ ലെൻസ് ഉൾപ്പെടുത്താം. പക്ഷേ അതിപ്പോൾ അധികം ഫോൺ ആരും ഉപയോഗിക്കാറില്ല. കാരണം ഒരു വൈഡ് ആംഗിൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വൈഡർ വ്യൂ തരിക എന്നാണ്. പക്ഷേ അധികം ആരും അത് ഉപയോഗിക്കാത്തതുകൊണ്ട് ആണ് മിക്ക മാനുഫാക്ചേഴ്സും ടെലിഫോട്ടോ ലെൻസ് അവരുടെ ക്യാമറ സെറ്റപ്പിൽ ഉൾപ്പെടുത്തുന്നത്. പക്ഷേ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ആൾക്കാരുടെ ആഗ്രഹങ്ങൾ നിരന്തരമാണ്. അതുപോലെ തന്നെ ടെക്നോളജിയും അതിനോടൊപ്പം വളരുന്നു. ഒരു വൈഡ് ആംഗിൾ ക്യാമറ ലെൻസിൻ്റെ ഉപയോഗം നിങ്ങൾ മനസ്സിലാവുന്നത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോഴാണ്. നിങ്ങളിപ്പോൾ കുറേ ഫാമിലി മെമ്പേഴ്സിന് ഒറ്റ ഫ്രെയിമിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കെപ്പം ഒരു പ്രൈമറി ലെൻസാണ് അതിന് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചൊരു പുറകോട്ട് പോകേണ്ടി വരും. അപ്പോൾ ആൾക്കാർ ഔട്ട് ഓഫ് ഫോക്കസ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു വൈഡ് ആംഗിൾ ലെൻസിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ അതിൽ അതേ പൊസിഷനിൽ തന്നെ സറൗണ്ടിങ്സ് എല്ലാം തന്നെ കിട്ടുന്നതാണ്. ഇങ്ങനെ ഒരു ഫീച്ചർ പല ഫോണുകളിലും ഇറങ്ങുമ്പോൾ ആൾക്കാർക്കുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് ഏത് സമയത്താണ് ഈ ഫീച്ചർ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഏത് ഫീച്ചറാണ് ഉപയോഗിക്കേണ്ടത്? ഒരു ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഞാൻ ഏത് ഫീച്ചറാണ് ഉപയോഗിക്കേണ്ടത് എന്ന ആൾക്കാർക്ക് പൊതുവെ സംശയങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോഴാണ് LG അവരുടെ പുതിയ 3 ക്യാമറയുള്ള ഫോൺ ഇറക്കിയത്, LG V40. അതിലെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 3 ക്യാമറയിൽ നിന്നും ഒരേ സമയത്ത് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ, എന്നിട്ട് അത് സേവ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കുണ്ടാവുമെന്ന ഒരു സംശയമായിരിക്കും, ഗൂഗിൾ പിക്സൽ 2ൽ ആൾക്കാരെങ്ങനെയാണ് പോർട്രേറ്റ് ഫോട്ടോസ് ഇത്ര മനോഹരമായി എടുക്കുന്നത്? കാരണം നിങ്ങളിപ്പോൾ ഒരു എന്തൂസിയാസ്റ്റിക് ടെക് ഗീക്കിനോട് ചോദിക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും ഫേവറേറ്റ് ക്യാമറ ഫോൺ എപ്പോഴും ഗൂഗിൾ പിക്സൽ 2 ആയിരിക്കും. അത് എങ്ങനെയാണ് പോർട്രേറ്റ് ഫോട്ടോസ് ഇത്ര മനോഹരമായി എടുക്കുന്നത്, അതും 2 ക്യാമറകൾ പോലുമില്ലാതെ? ഗൂഗിൾ പിക്സൽ 2ന് ആകെയുള്ളത് ഒരു ക്യാമറയാണ്. അപ്പോൾ ആ ഫോൺ അതെങ്ങനെ ചെയ്യുന്നു? ഇത് ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് മാത്രമാണ്. അതിലെ AI ഫീച്ചേഴ്സ് അത്ര നല്ല പെർഫെക്ഷനോടെ ഒരു ഫോട്ടോനെ കറക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര നല്ല ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇത് ഹാർഡ്വെയറിൻ്റെ കാര്യമല്ല, സോഫ്റ്റ്വെയർ കൊണ്ടും ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അത് അത്രക്കും പെർഫെക്റ്റ് ആയാൽ മാത്രമേ ഒരു നല്ല ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. എപ്പോഴും ഒരു നല്ല ഔട്ട്കം കിട്ടണമെങ്കിൽ അതിനൊക്കെ ഹാർഡ്വെയർ വേണമെന്നില്ല, സോഫ്റ്റ്വെയർ ആയാലും മതി. ഗൂഗിൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഒരു ക്യാമറയുടെ എണ്ണം കുറക്കുന്നതിനെ കൊണ്ട് അവർക്ക് വലിയ പ്രോഫിറ്റാണ് ലഭിക്കുന്നത്. കാരണം അത്ര ഹാർഡ്വെയറിൽ അവർക്ക് അത്ര സ്പെൻഡ് ചെയ്യേണ്ട,
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും അതിനടുത്ത് കാണിക്കുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ വരുന്നതുവരെ ദിസ് ഇസ് സാരംഗ് ബജേഷ് സൈനിങ് ഓഫ്.